പ്രിയപ്പെട്ട കുട്ടികളെ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ലൈൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സും മറ്റു കാര്യങ്ങളുമെല്ലാം നമ്മൾ വിശദമായിട്ട് പ്രതിപാദിക്കുകയുണ്ടായി. ഇലക്ട്രിക് ഫീൽഡ് ലൈനിന് ഒരു ടാൻജന്റ് വരച്ചാൽ അത് ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി തരുമെന്ന് നമുക്കറിയാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു സർഫസിലൂടെ കുറെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കടന്നുപോയി കഴിഞ്ഞാൽ അതെന്താണ്? അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ്. Electric flux is defined as the scalar product of electric field intensity and area of the surface. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും ഏരിയയും കൂടെയുള്ള ബന്ധമാണ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയെ ഏരിയയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ്? നമുക്കൊരു സർഫസ് ഉണ്ട്. നീല നിറത്തിൽ കാണുന്നത് ഒരു സർഫസ് ആണ്. അതിന്റെ ഏരിയ ആണ് ഡി എസ് ഏരിയ ഉള്ള ഒരു സർഫസ് ആണ്. സാധാരണ സർഫസിലൊക്കെ നമ്മൾ പേര് പറയുന്നത് അതിന്റെ ഏരിയ കൂട്ടിയ. ക്യാപിറ്റൽ എസ് ഏരിയ ഉള്ള സർഫസ് ആണെങ്കിൽ അതിനെ നമ്മൾ സർഫസ് എസ് എന്ന് വിളിക്കും. ഇവിടുത്തെ ഈ ചെറിയ സർഫസിന്റെ ഏരിയ ഡി എസ് ആണ്. അതിലൂടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റിയാണ് കാണിച്ചേക്കുന്നത്. ആ ചുമന്ന ലൈൻ കൊണ്ട് നേരെ ചെരിഞ്ഞ് ഈയുടെ ദിശയിലാണ് ഈ സ്ഥലത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ആ ഫീൽഡ് ലൈൻ ഇങ്ങനെ കയറി വന്ന് ആ സർഫസിൽ എത്തിക്കഴിയുമ്പോൾ സർഫസിന്റെ മറുഭാഗത്ത് എത്തുന്നു. അതാ ഡോട്ടഡ് ലൈൻ കാണിക്കുന്നത്. അതിനുശേഷം അവിടുന്ന് പുറത്തിറങ്ങി പോകുന്നു. അതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ദിശ. ഇനി അവിടെയുള്ള ആ പോയിന്റിൽ, ആ സർഫസിലുള്ള ഒരു പോയിന്റിൽ വെച്ച് നമ്മൾ അതിന്റെ ഏരിയ ഒരു വെക്ടറാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഏരിയ ഒരു വെക്ടറാണ്. ഏരിയയ്ക്ക് ഡിറക്ഷനും ഉണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട്. ഏരിയയുടെ മാഗ്നിറ്റ്യൂഡ് സർക്കിൾ ആണെങ്കിൽ നമ്മൾ πr² എന്നെടുക്കും. ഒരു ചതുരമാണെങ്കിൽ നമ്മൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നെടുക്കും. ഏരിയയുടെ മാഗ്നിറ്റ്യൂഡ്. ഏരിയയുടെ ദിശ എന്താ? നിങ്ങൾക്കറിയാം, ഒരു ബോർഡിന്റെ മുന്നിൽ ഇരുന്ന് നോക്കിയാലേ ആ ബോർഡിൽ എഴുതുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആ ബോർഡിന്റെ സർഫസ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. മൊബൈലിന്റെ മുന്നിലിരുന്ന് നിങ്ങൾ നോക്കിയാലേ മൊബൈലിന്റെ ഏരിയ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. നിങ്ങളുടെ നേരെയാണ് സർഫസിന്റെ ഏരിയ. സർഫസ് ഏത് സർഫസിന്റെ ആണെങ്കിലും ഏരിയ ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. നിങ്ങളുടെ മൊബൈലിന്റെ സ്ക്രീനിന്റെ ഏരിയ ആ സ്ക്രീനിന്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിങ്ങളുടെ നേരെ. അതുകൊണ്ട് നിങ്ങൾ അതിന് നേരെ നോക്കിയിരുന്നാൽ നിങ്ങൾക്കത് കാണാം, അതെല്ലാ കാര്യങ്ങളും കാണാം. എന്നാലും മറു സൈഡില് മൊബൈലിൽ തിരിച്ചു പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫേസിന്റെ ഏരിയ നേരെ ഓപ്പോസിറ്റ് ദിശയിൽ പോകും. അപ്പൊ ആ ഫേസിൽ എഴുതിയേക്കുന്ന കാര്യങ്ങളൊന്നും അല്ലെ ഉള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ ഏരിയ ഒരു വെക്ടറാണ്. ആ ഏരിയയുടെ ദിശയാണ് ഡി എസ് എന്നെഴുതി അവിടെ കാണിച്ചേക്കുന്നത്. ആ സർഫസിന്റെ ഏരിയ ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അത് ഡി എസിലൂടെ ആയിരിക്കും. അപ്പം ഈ സർഫസ് ഇരിക്കുന്ന സ്ഥലത്തുള്ള ഇലക്ട്രിക് ഫീൽഡാണ് ഇ. ആ സർഫസിന്റെ ഏരിയ ആണ് ഡി എസ്. ആ ഇലക്ട്രിക് ഫീൽഡും ആ ഏരിയയും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. ആംഗിൾ തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സിനെ നമ്മൾ എങ്ങനെ എഴുതും? ഇലക്ട്രിക് ഫ്ലക്സ് സ്കെയിലർ പ്രോഡക്റ്റ് ആണ്. എന്താ സ്കെയിലർ പ്രോഡക്റ്റ്? എയും ബിയും രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ. ബിയും രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞ ആംഗിള്.
എ ഡോട്ട് ബി നമ്മൾ പറഞ്ഞത് അതിനെ സ്കെയിലർ പ്രോഡക്റ്റ് എന്ന് വിളിക്കും, ഡോട്ട് പ്രോഡക്റ്റ് എന്ന് വിളിക്കും. വെക്ടറിന്റെ ഒരു രീതിയിലുള്ള ഗുണനമാണ് അവിടെ നടക്കുക. എന്തുകൊണ്ടാണ് ഇതിന് സ്കെയിലർ എന്ന് പറഞ്ഞത്? അങ്ങനെ ഗുണിച്ച് രണ്ട് വെക്ടേഴ്സിനെ എയും ബിയും സ്കെയിലർ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് എപ്പോഴും ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആയിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ വർക്ക് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. എഫ് ഡോട്ട് ഡി പവർ ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. എഫ് ഡോട്ട് വി. അങ്ങനെ ഗുണനം രണ്ട് വെക്ടേഴ്സിനെ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് റിസൾട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഒരു സ്കെയിലർ ആണെങ്കിൽ അത് നമ്മൾ സ്കെയിലർ പ്രോഡക്റ്റ് എന്ന് പറയും. ഈ ഇലക്ട്രിക് ഫ്ലക്സും അങ്ങനെ ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ്? ഇറ്റ് ഈസ് ദ സ്കെയിലർ പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആൻഡ് ഏരിയ ഓഫ് ദ സർഫസ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇ, ഏരിയ ഡി എസ്, രണ്ടും തമ്മിലുള്ള സ്കെയിലർ പ്രോഡക്റ്റ് ആണ് എന്ത്? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ചെറിയൊരു സർഫസാ, അതിന്റെ ഏരിയ ഡി എസ് ആണ്. അതുകൊണ്ട് അതിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ഡി ഫൈ ഈസ് ഈക്വൽ ടു ഇ വെക്ടർ ഡോട്ട് ഡി എസ് വെക്ടർ. ഇ വെക്ടർ ഡോട്ട് ഡി എസ് വെക്ടർ സ്കെയിലർ ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇ ഡി എസ് കോസ് തീറ്റ. ഇ ഡി എസ് കോസ് തീറ്റ. എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ. അതുകൊണ്ട് ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ഇ ഡി എസ് കോസ് തീറ്റ. ഇ ഡി എസ് കോസ് തീറ്റ അല്ല ഇ കോസ് തീറ്റ ഇൻറ്റു ഡി എസ് ഏത് വേണേലും ആകാം. ഇ കോസ് തീറ്റ ഇൻറ്റു ഡി എസ്, ഇ ഇൻറ്റു ഡി എസ് കോസ് തീറ്റ ഏത് വേണേലും നമുക്ക് എടുക്കാം. ഡി എസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കടന്നു വന്ന ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്ന ചെറിയ ഒരു ഏരിയ, സ്മോൾ ഏരിയ ഇൻ യൂണിഫൈ ഇലക്ട്രിക് ഫീൽഡ് ഇ. തീറ്റ ആംഗിൾ ബിറ്റ്വീൻ ഇ ആൻഡ് ഡി എസ്. ആംഗിൾ ബിറ്റ്വീൻ ഇ ആൻഡ് ഡി എസ്. ഇറ്റ് ഇസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. സ്കെയിലറാണ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ, സ്കെയിലറാണ്. അതിന്റെ യൂണിറ്റ് എന്താ? യൂണിറ്റ് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഫ്ലക്സിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ? ഡി ഫൈ ഈസ് ഈക്വൽ ടു ഡി ഫൈ. ഫൈവ് കൊണ്ട് അതിനെ സൂചിപ്പിക്കണം. ചെറിയ ഫ്ലക്സ് ആണ് ഡി ഫൈ. ഡി ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ്. ഇ ഡോട്ട് ഡി എസ്. ഇയുടെ യൂണിറ്റ് എന്നാ? ന്യൂട്ടൺ പെർ കുളം. ന്യൂട്ടൺ പെർ കുളം. ഇക്ക് വേറൊരു യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, വോൾട്ട് പെർ മീറ്റർ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നു. ഈ സമം ബി ബൈ ഡി എന്നുള്ള ഫോർമുലയിൽ നിന്ന് വോൾട്ട് പെർ മീറ്റർ എന്ന് വരും. ഈ സമം എഫ് ബൈ ക്യൂ എന്നുള്ള ഫോർമുലയിൽ നിന്ന് ന്യൂട്ടൺ പെർ കുളം. ഈയുടെ ന്യൂട്ടൺ പെർ കുളം ഇൻറ്റു ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. ഏരിയയുടെ യൂണിറ്റ് എന്താ? മീറ്റർ സ്ക്വയർ. അപ്പൊ എന്ത് വരും? ന്യൂട്ടൺ കുളോം റൈസ് ടു -1 മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ കുളോം റൈസ് ടു -1 മീറ്റർ സ്ക്വയർ. അങ്ങനെ വരും. ന്യൂട്ടൺ കുളോം റൈസ് ടു -1 മീറ്റർ സ്ക്വയർ. അതാണ് ഇലക്ട്രിക് ഫ്ലക്സിന്റെ യൂണിറ്റ്. അത് ചെറിയ ഏരിയയിൽ കൂടെയുള്ള ഫ്ലക്സ്, ഒരു ചെറിയ ഡി എസ് ഏരിയയിൽ കൂടെയുള്ള ഫ്ലക്സ്. അങ്ങനത്തെ ചെറിയ ചെറിയ ഏരിയ കൂടി വലിയ ഏരിയ ഉണ്ടാകും. വലിയ ഏരിയ ഈ മൊബൈലിന്റെ സ്ക്രീൻ തന്നെയാണെങ്കിൽ ഒരു കുഞ്ഞ ഏരിയയിലേ ഉള്ളൂ. അതുപോലത്തെ ഒത്തിരി ഏരിയ വരുമ്പം എന്താ ഉണ്ടാകുന്നത്? ഈ മൊബൈലിന്റെ സർഫസ് ഉണ്ടാകും. അപ്പം അങ്ങനെ വലിയൊരു സർഫസ് എസ്സിൽ കൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ് എത്രയാണ്? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ സർഫസ് ഫൈ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ സർഫസ് ഫൈ ഈസ് ഈക്വൽ ടു എന്താ? ഫൈ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ സർഫസ് ഇന്റഗ്രൽ എന്നാണ് വിളിക്കുന്നത്. ഇന്റഗ്രൽ സിമ്പിൾ കഴിഞ്ഞിട്ട് താഴെ എസോടെ കൊടുത്താൽ അത് സർഫസ് ഇന്റഗ്രൽ ആണ്. സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഇന്റഗ്രേഷൻ ഒക്കെ നിങ്ങൾ പഠിക്കും, മാത്തമാറ്റിക്സ് പഠിക്കും. സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഇറ്റ് ഈസ് ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ. കാരണം എന്നാ? ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ഇ ഡി എസ് കോസ് തീറ്റ. അപ്പൊ നമ്മൾ എങ്ങനെ ഇതിനെ വായിക്കും? നമ്മൾ ഇങ്ങനെ പറയും, ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ദ സർഫസ് ഇന്റഗ്രൽ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെ പറയും. ഇന്റഗ്രൽ ഓവർ എസ് ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് വായിക്കുന്നത്. സർഫസ് ഇന്റഗ്രൽ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ദ സർഫസ് ഇന്റഗ്രൽ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ സർഫസ് ഇന്റഗ്രൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഇലക്ട്രിക് ഫീൽഡും ഏരിയയും തമ്മിലുള്ള സ്കേലർ പ്രൊഡക്റ്റ് ആണ് ഒരു ചെറിയ ഏരിയയിലെ ഇലക്ട്രിക് ഫ്ലക്സ് എങ്കിൽ, സർഫസ് ഇന്റഗ്രൽ ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് ആണ് ഒരു വലിയ ഏരിയയിലെ ഇലക്ട്രിക് ഫ്ലക്സ്. ഇനി ഇലക്ട്രിക് ഫ്ലക്സിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ.
ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ സർഫസ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് ത്രൂ ദ സർഫസ്. ഇലക്ട്രിക് ഫ്ലക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് തന്നിരിക്കട്ടെ, ഒരു സർഫസിന്റെ ഇലക്ട്രിക് ഫ്ലക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് തന്നിരിക്കട്ടെ. അപ്പൊ നമുക്ക് കിട്ടുന്നത് ആ സർഫസിലൂടെ എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നുണ്ട്, എത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നുണ്ട്, അതാണ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇനി ഇഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എൻ്റർ എ സർഫസ്, ഒരു സർഫസിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കയറി വരുന്നതെങ്കിൽ അതിന്റെ ഇലക്ട്രിക് ഫ്ലക്സ് നെഗറ്റീവ് ആയിരിക്കും. ഒരു സർഫസിലേക്ക് കടന്നു വരുവാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ഉദാഹരണം പറഞ്ഞാൽ ഒരു സ്പിയർ വെച്ചേക്കുക, ഇലക്ട്രിക് ഫീൽഡ് ഒരു സ്പിയർ വെച്ചേക്കുക. അപ്പൊ എന്ത് ചെയ്യും, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആ സ്പിയറിന്റെ അകത്തേക്ക് കിടക്കും. ഒരു ഭാഗത്തൂടെ, അതിന്റെ ഒരു ഭാഗത്തൂടെ, ഒരു വശത്തൂടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എല്ലാം ആ സ്പിയറിനകത്തേക്ക് കിടക്കും. അവിടെ ആ സർഫസില് ഇലക്ട്രിക് ഫ്ലക്സ് നെഗറ്റീവ് ആണ്. എന്നാൽ അടുത്ത ഭാഗത്തൂടെയോ അടുത്ത സർഫസിലൂടെയോ ഈ തുളച്ച് കയറി വരുന്ന ഫീൽഡ് ലൈൻസ് അടുത്ത ഭാഗത്തൂടെ പുറത്തിറങ്ങി പോകും. ഫ്ലക്സ് ലൈൻസ് പുറത്തേക്ക് പോയാൽ ഇലക്ട്രിക് ഫ്ലക്സ് പോസിറ്റീവ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എൻട്രി ചെയ്യുന്നത്, അകത്തേക്ക് എൻട്രി ചെയ്യുന്ന ആ ഭാഗം, അവിടെ ഫ്ലക്സ് നെഗറ്റീവ് ആയിരിക്കും. ഫീൽഡ് ലൈൻസ് ഒരു സർഫസിൽ നിന്ന് പുറത്തേക്കാ പോകുന്നെങ്കിൽ നമ്മൾ പറയും അവിടെ ഇലക്ട്രിക് ഫ്ലക്സ് പോസിറ്റീവ് ആയിരിക്കും. ഒരു സർഫസിനുള്ളിലേക്ക് കിടക്കുന്ന ഫ്ലക്സ് നെഗറ്റീവ്, സർഫസിന് പുറത്തേക്ക് പോകുന്ന ഫീൽഡ് ലൈൻസ് കൂടുന്ന ഫ്ലക്സ് പോസിറ്റീവ്. അതാണ് ഇലക്ട്രിക് ഫ്ലക്സ്. അടുത്തത് ഇലക്ട്രിക് ഡൈപോൾ. നേരത്തെ നമ്മൾ ഡൈപോളിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഒരു അൺലൈക്ക് ചാർജസിന്റെ കേസിൽ അവിടെ വരുന്ന പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്നാണ് പറഞ്ഞത്. അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ച് നമ്മൾ കണ്ടു. ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അപ്പം ഇലക്ട്രിക് ഡൈ എന്ന് പറഞ്ഞാൽ രണ്ട്, പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ചാർജ് എന്നർത്ഥം, ചാർജ്. ഇലക്ട്രിക് ഡൈപോള് അപ്പം രണ്ട് ചാർജ് കൂടുന്ന ഒരു കോമ്പിനേഷൻ ആണ്. ആ ചാർജിന്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഒരെണ്ണം നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവും ആയിരിക്കും. രണ്ടിനും ഒരേ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ഒരെണ്ണം -1 കുളമ്പാണെങ്കിൽ അടുത്ത +1 കുളമ്പായിരിക്കും. ഒരെണ്ണം 0.5 കുളമ്പാണെങ്കിൽ അടുത്തത് -0.5 കുളമ്പായിരിക്കും. ഫിഗറിൽ നമുക്ക് കാണാം ഒരു പ്ലസ് ക്യൂവും ഒരു മൈനസ് ക്യൂവും, ഒരു മൈനസ് ക്യൂവും ഒരു പ്ലസ് ക്യൂവും ഒരു ദൂരത്തിൽ വെച്ചേക്കുക. കാൽക്കുലേഷൻസിന് വേണ്ടുന്ന സിംപ്ലിസിറ്റി ഉപദേശിച്ച് അത് നമ്മളുടെ ദൂരം 12 വെക്ടർ ഡിസ്റ്റൻസ് കൊണ്ട് ഒരു പ്ലസ് ക്യൂവും ഒരു മൈനസ് ക്യൂവും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. കാൽക്കുലേഷനുള്ള സൗകര്യം കൊണ്ട് അവയ്ക്കിടയ്ക്കുള്ള ദൂരം 2L എന്ന് എടുത്തേക്കണം. ഇനി അവയ്ക്കിടയ്ക്ക് 10 സെന്റിമീറ്റർ ആണെങ്കിൽ 2L = 10 സെന്റിമീറ്റർ. അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ നമ്മൾ വന്നവരാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയും. ഒരു നെഗറ്റീവ് ചാർജ് ഒരു പോസിറ്റീവ് ചാർജ്, രണ്ടിനും ഒരേ മാഗ്നിറ്റ്യൂഡ്, രണ്ടും തമ്മിൽ 2L ദൂരമുണ്ട്, ചെറിയ ദൂരം. അതിന് നമ്മൾ കൊണ്ടുവരാണ് എന്ത്, ഇലക്ട്രിക് ഡൈപോൾ. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് separated by a small vector distance form an electric dipole. Two equal and opposite charges separated by a small vector distance form an electric dipole. അപ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് അത്ര തന്നെയുള്ള മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു പോസിറ്റീവ് ചാർജ്, രണ്ടും തമ്മിൽ ഒരു ചെറിയ വെക്ടർ ഡിസ്റ്റൻസ് 2L ഡിസ്റ്റൻസ് വെച്ചേക്കുന്നു. അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ പറയും അതൊരു ഇലക്ട്രിക് ഡൈപോൾ ആണ്. എവിടെ കാണാം? പോളാറായ എല്ലാ മോളിക്യൂൾസിലും ഇലക്ട്രിക് ഡൈപോളിനെ കാണാം. ഡൈപോൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് പോളറൈസ് ചെയ്യുന്നത്. ഡൈപോൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഒരു മോളിക്യൂൾ പോളറൈസ് ചെയ്യുന്നത്. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചായിരുന്നു. വാട്ടർ ഈസ് എ പോളാർ മോളിക്യൂൾ. H2O വാട്ടർ ഈസ് എ പോളാർ മോളിക്യൂൾ. പഠിച്ചതാണ്. വാട്ടർ ഈസ് എ പോളാർ മോളിക്യൂൾ. അപ്പൊ എന്താ, വാട്ടറിനകത്ത് 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും ഉണ്ട്. HOH അങ്ങനെ സ്ട്രക്ചർ. ഓക്സിജൻ ഹൈലി ഇലക്ട്രോനെഗറ്റീവ്, ഹൈഡ്രജൻ ഹൈലി ഇലക്ട്രോപോസിറ്റീവ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും, ഇത് തമ്മില് ഇവയ്ക്കിടയ്ക്കുള്ള ഇലക്ട്രോൺസ് ഓക്സിജന്റെ നേരെ ഒരു ചെറിയ പാർഷ്യാലിറ്റി കാണിച്ച് ഓക്സിജന്റെ അടുത്തേക്ക് മാറി നിൽക്കും. ഓക്സിജന് ഹൈഡ്രജന് ഇടയ്ക്കുള്ള ബോണ്ടഡ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഓക്സിജന് നേരെ, കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആണ് ഓക്സിജൻ, അതുകൊണ്ട് ഓക്സിജന് നേരെ അല്പം അങ്ങ് മാറും. ഇലക്ട്രോൺ അല്പം അങ്ങ് മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും,
ഓക്സിജന് അല്പം നെഗറ്റീവ് ചാർജ് പോലെ ആവും, ഹൈഡ്രജന് അത്രയും പോസിറ്റീവ് ചാർജും ആകും. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. അതാണ് ഇലക്ട്രിക് ഡൈപോൾ. പോളാർ മോളിക്യൂൾസിലാണ് നമ്മൾ ഡൈപോളിൽ നിൽക്കുന്നത്. ഡൈപോളിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ? എങ്ങനെയാണ് നമ്മൾ ഡൈപോളിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ എന്ത് ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്? ഒരു ഡൈപോളിന്റെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ്, പ്രോപ്പർട്ടി എന്താ? അതിനാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് പി വെക്ടർ. പടത്തിൽ പി എന്ന് കാണിച്ചേക്കുന്നത്, പി വെക്ടറിന് കാണിച്ചേക്കുന്നത് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഏത് ഡൈപോളിന്റെ സ്വഭാവ സവിശേഷതകളെല്ലാം ഉൾക്കൊള്ളുന്ന ക്വാണ്ടിറ്റിയാണ് എന്ത്? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് P is equal to Q into 2L. Q into 2L. അതാ ഡൈപോളിന്റെ ഡെഫിനിഷൻ. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് P is equal to Q into 2L. അതെങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? ഇറ്റ് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ് Q പ്ലസ് Q ആണെങ്കിലും മൈനസ് Q ആണെങ്കിലും അതിന്റെ മാഗ്നിറ്റ്യൂഡ് Q ഇൻറ്റു സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ചാർജസ്, സെപ്പറേഷൻ 2L. അപ്പൊ Q into 2L. അതാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. Q എന്ന് പറഞ്ഞ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ്, 2L ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. വെക്ടർ ഫോമിൽ നമ്മൾ ഇങ്ങനെ എഴുതും, P വെക്ടർ ഇസ് ഈക്വൽ ടു Q into 2L into Q into 2L, അത് മാഗ്നിറ്റ്യൂഡ്, ഇൻറ്റു P ക്യാപ് എന്ന് പറഞ്ഞാൽ എന്താ? ഡൈപോൾ മൊമെന്റിന്റെ ദിശയിലുള്ള യൂണിറ്റ് വെക്ടർ. ഡൈപോൾ മൊമെന്റിന്റെ ദിശയിലുള്ള യൂണിറ്റ് വെക്ടർ അത് ഏത് ദിശയിലാ? അത് നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കായിരിക്കും. ഡൈപോൾ മൊമെന്റിന്റെ ദിശ നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കായിരിക്കും. അതെങ്ങനെയാ? അത് നമ്മൾ പറയും ഡൈഇലക്ട്രിക് പോളറൈസേഷൻ എന്ന ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ ദിശ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാകും. അതാ ഡൈപോൾ മൊമെന്റിന്റെ വെക്ടർ ഫോം. ഡൈപോൾ മൊമെന്റ് P വെക്ടർ ഈസ് ഈക്വൽ ടു Q into 2L into P cap. P cap is the unit vector representing direction of dipole moment from negative to positive charge. Dipole moment ദിശ നെഗറ്റീവ് ടു പോസിറ്റീവ് ചാർജ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് Q into 2L. ഇനി എന്താ ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ്? ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് എന്താണ്? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് എന്താണ്? ഇവിടെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആട്ടോ, മാഗ്നറ്റിക് ആകുമ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആകും. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് എന്താണ്? ചാർജിന്റെ യൂണിറ്റ് കുളോംബ്. 2L എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ. 2L 2L അല്ല കേട്ടോ, 2L ഒറ്റ ദൂരമാണ്. മൈനസ് ക്യൂനും പ്ലസ് ക്യൂനും ഇടയ്ക്കുള്ള ഒറ്റ ദൂരമാണ്. കാൽക്കുലേഷന്റെ സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ 2L എടുക്കുന്നത്. ഇപ്പൊ ഡൈപോൾ മൊമെന്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇറ്റ്സ് യൂണിറ്റ് ഈസ് കുളോംബ് മീറ്റർ. ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് Q into 2L. ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് along the axis of the dipole. ആ ഡോട്ട് ഇട്ട ലൈനാണ് മൈനസ് ക്യൂനും പ്ലസ് ക്യൂനും ഇടയ്ക്കിട്ട ഡോട്ട് ഇട്ട ലൈൻ, അതാണ് ആക്സിസ്. ഈ ചാർജ് ഇരിക്കുന്ന ഒരു സ്ട്രേറ്റ് ലൈനാണ് ആക്സിസ് എന്ന് പറയുന്നത്.